ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ വസിഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം ഭരതൻ തീരുമാനമെടുത്തു. ഇനി ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരിക തന്നെ. വനത്തിലേക്ക് പുറപ്പെടുവാൻ ഭരതൻ തയ്യാറാകുന്നു. സുമന്ത്രരോട് പെട്ടെന്ന് രഥവും എല്ലാം തയ്യാറാക്കാനായി ഉത്തരവിടുന്നു. അപ്പോൾ വീട് തോറും വിപ്രരും രാജന്യരും വൈശ്യരും ശൂദ്രരും ബ്രാഹ്മണരും ക്ഷത്രിയരും എല്ലാവരും യാത്രയ്ക്കായി ഒരുങ്ങി. ഒട്ടകം, കഴുത, ആന, കുതിര, തേര് എന്നിവയെല്ലാം തയ്യാറായി നിന്നു. രാമനെ കാണാനുള്ള തുറയാൽ ഭരതൻ പുലർകാലവേളയിൽ പുറപ്പെട്ടു. മന്ത്രിമാരും പുരോഹിതരും കുതിരകളെ പൂട്ടിയ സൂര്യതുല്യ രഥങ്ങളായ തേരുകളിൽ യാത്രയായി. അനേകായിരം ആനപ്പടയും കുതിരപ്പടയും എല്ലാം ഒപ്പം കൂടി. യശസ്വിനിയായ കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവരും ഒപ്പം കൂടി. അവർ നല്ല കുറിക്കൂട്ടുകളൊക്കെ തൊട്ട് നല്ല വേഷത്തിൽ ഭരതനെ അനുഗമിച്ചു. അയോധ്യ മുഴുവൻ തന്നെ ഭരതന്റെ പിന്നാലെ യാത്രയായി. അവർ യാത്ര ചെയ്ത് ഗുഹന്റെ താവളമായ ഗംഗാതീരത്തെത്തി. ശൃംഗവേരപുരം ഗംഗാതീരത്തെത്തിയ ഭരതനെയും സൈന്യത്തെയും ദൂരെ നിന്ന് തന്നെ ഗുഹൻ കണ്ടു. ഗുഹൻ തൻ്റെ സേനയെ തയ്യാറാക്കി നിർത്തി. ഭരതൻ രാമനെ ആക്രമിക്കാനാണ് വരുന്നതെങ്കിൽ ഒരു കാരണവശാലും അവൻ ഗംഗാനദി കടന്നു പോവില്ല. അഥവാ രാജാവായി ഭരതനെ രാമനെ വാഴിക്കാനായി രാമനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വരുന്നതെങ്കിൽ എല്ലാവിധത്തിലും നമ്മൾ സൽക്കരിക്കും. ഗുഹൻ പെട്ടെന്ന് ഭരതന്റെ അടുത്തേക്ക് വന്നു. എന്താണ് അങ്ങയുടെ വരവിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ ഭരതൻ ചോദിച്ചു, ഭരദ്വാജ ആശ്രമത്തിലേക്ക് ഏത് വഴിക്കാണ് പോകേണ്ടത്? അങ്ങ് ശ്രീരാമന്റെ സുഹൃത്താണെന്നറിയാം, അതുകൊണ്ടാണ് അങ്ങയോട് ചോദിക്കുന്നത്. ഉടനെ ഗുഹൻ ചോദിച്ചു, രാജപുത്ര, ഞാൻ അങ്ങയെ അനുഗമിക്കും, ഒപ്പം വരാം. രാമനോട് ദുഷ്ബുദ്ധിയോടെ ഒന്നും അല്ലല്ലോ, ദുഷ്ടബുദ്ധിയൊന്നും ഇല്ലല്ലോ അങ്ങയ്ക്ക്. എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ? ഈ പെരുമ്പട കാണുമ്പോൾ എനിക്ക് ശങ്ക തോന്നുന്നു എന്ന് പറയുമ്പോൾ അതെൻ്റെ കഷ്ടകാലമാണ് അങ്ങ് അങ്ങനെ വിചാരിക്കുന്നത്. ഞാൻ പെരുമ്പടയോടുകൂടി വന്ന് രാമനെ രാജാവായി അഭിഷേകം ചെയ്ത് ആനയിച്ചു കൊണ്ടുപോകുവാനാണ് എന്ന് പറഞ്ഞു. ഗുഹൻ രാമനെക്കുറിച്ചും ലക്ഷ്മണനെക്കുറിച്ചും വാചാലനായി. അവരുടെ സ്നേഹബന്ധത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞ് അവർ ഗുഹന്റെ ആശ്രമത്തിൽ ഗുഹനോടൊപ്പം ലക്ഷ്മണനിരുന്ന് സംസാരിച്ച സ്ഥലങ്ങളൊക്കെ കാണിച്ച് മനോഹരങ്ങളായ മുറ്റങ്ങളും വേർതിരിച്ച് നെടും പാതകളും ഹർമ്മ്യപ്രാസാദ്യങ്ങളും എല്ലാം കൊണ്ടു നടന്ന് കാണിച്ച് രാമൻ സഞ്ചരിച്ച വഴികളൊക്കെ കാണിച്ചു കൊടുത്തു. ഇത് കണ്ട് ഭരതൻ അപ്രിയമായ കാര്യങ്ങൾ കണ്ട് ശോകഘോഷനായി താഴെ തളർന്നു വീണു. പെട്ടെന്ന് ഇത് കണ്ട് കൗസല്യ ഓടിയെത്തി. മകനെ, ഇനി നീ മാത്രമേ ഉള്ളൂ എനിക്ക് ശരണം. രാമനും ലക്ഷ്മണനും എന്നെ വിട്ട് വനത്തിലേക്ക് പോയിരിക്കുന്നു. ഇനി നീ കൂടി. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ഭരതൻ പറഞ്ഞു, തനിക്ക് യാതൊരു കുഴപ്പവുമില്ല.
ഭരതനോട് ഗുഹൻ പറഞ്ഞു, ഇന്നിവിടെ തങ്ങിയിട്ട് നാളെ യാത്രയാകാം ഭരദ്വാജ ആശ്രമത്തിലേക്ക്. അന്ന് രാത്രി ഗുഹനോടൊപ്പം കൗസല്യയും ഭരതനും ശത്രുഘ്നനുമെല്ലാം രാമൻ കിടന്ന ശയ്യയും മണ്ണിൽ കിടന്ന പുൽമത്ത കൊണ്ടുണ്ടാക്കിയ ഇലകൾ വിരിച്ച ശയ്യയും എല്ലാം കണ്ടു. ഇവിടെയാണ് സീതാദേവിയും ശ്രീരാമനും കൂടി കിടന്നത്. അവിടെ ഭരതൻ താണുവണങ്ങി. പിറ്റേ ദിവസം രാവിലെ വളരെ നേരത്തെ തന്നെ ഭരതൻ കുളിച്ചൊരുങ്ങി ശത്രുഘ്നനോട് പറഞ്ഞു തയ്യാറാകാൻ. ശത്രുഘ്നും തയ്യാറാകി. രണ്ടുപേരും കൂടെ ഭരദ്വാജ ആശ്രമത്തിലേക്ക് കയറി ചെന്നു. ദൂരെ നിന്ന് തന്നെ ഭരദ്വാജൻ മനസ്സിലാക്കി വരുന്നത് ഭരതനാണെന്നും ദശരഥന്റെ മരണം മനസ്സാൽ അദ്ദേഹം കണ്ടു. അതുകൊണ്ട് ഭരതനോട് ദശരഥനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല. കൂടെ വന്ന എല്ലാവരെയും പരിചയപ്പെടുത്തുവാൻ പറഞ്ഞു. ഭരതൻ കൗസല്യയെയും മാതാവായ കൗസല്യയെയും ശത്രുഘ്ന ലക്ഷ്മണ മാതാവായ സുമിത്രയെയും പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഈ കുലത്തിന് മുഴുവൻ നാശം വിതച്ച ഈ കൈകേയിയാണ് എൻ്റെ മാതാവ്. അപ്പോൾ ഭരദ്വാജൻ പറഞ്ഞു, മകനെ അങ്ങനെ പറയാതിരിക്കുക. രാമന്റെ വനവാസം ചില പ്രത്യേക കാര്യങ്ങൾ നടത്തുവാനാണ്. ദൈവഹിതമാണ്. ലോകത്തിന് മുഴുവൻ നന്മ വരുത്തുവാനാണ് രാമന്റെ ഈ വനവാസം. അതിന് കാരണമായവൾ കൈകേയിയാണ്. അതുകൊണ്ട് കൈകേയിയെ അങ്ങനെ പഴിക്കരുത് എന്ന് പറഞ്ഞു. അന്ന് രാത്രി അവിടെ തങ്ങണമെന്ന ഭരദ്വാജന്റെ നിർദ്ദേശമനുസരിച്ച് സേനയ്ക്കും ആനകൾക്കും കുതിരകൾക്കുമെല്ലാം വിശിഷ്ട ഭോജ്യങ്ങൾ ദേവഗന്ധർവ അപ്സരസ്സുകളെ ധ്യാനിച്ചുകൊണ്ട് ഭരദ്വാജൻ നൽകി. എല്ലാവരും വളരെ മനോഹരമായ ആഹാരം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്തു. അന്ന് രാത്രി അവിടെ പാർത്ത് ഭരദ്വാജനെ അടുത്ത ദിവസം ചെന്ന് കണ്ട് അവിടെ നിന്ന് തുടർയാത്ര തുടർന്നു. അവർ ചിത്രകൂടത്തിലേക്ക് യാത്രയായി. അപ്പോൾ ചിത്രകൂടത്തിൽ ശ്രീരാമൻ സീതയോടൊത്ത് കാഴ്ചകൾ കണ്ട് നടക്കുകയായിരുന്നു. നെടുനാളായി അവിടെ പാർത്തുപോരുന്ന ഗിരിവനപ്രിയനായ രാമൻ സീതയുടെ പ്രിയത്തിനും തന്റെ സന്തോഷത്തിനുമായി ശചിക്ക് ഇന്ദ്രൻ എന്ന പോലെ സീതയ്ക്ക് ചിത്രമായ ചിത്രകൂടം കാണിച്ചു കൊടുത്തു. ഭദ്രേ, രാജ്യഭ്രംശമോ സുഹൃദ്വിരഹമോ ഈ രമണീയഗിരി കാണുമ്പോൾ എന്റെ മനസ്സിനെ ബാധിക്കുന്നില്ല. നാനാധാതുക്കൾ കലർന്നവയും മാനം തുളയ്ക്കുന്നതുമായ കൊടുമുട്ടികളാൽ അലങ്കൃതവും പലതരം പക്ഷികളോടുകൂടിയതുമായ ഈ പർവ്വതത്തെ നോക്കൂ. ചിലവ വള്ളി പോലെ, ചിലവ ചോര നിറമാർന്ന, ചിലവ മഞ്ഞപ്പട്ടിടുവ, ചില ഇന്ദ്രോപലപ്രഭ ചിന്തുന്നവയും. ഈ പർവ്വതത്തിന്റെ ചില പ്രദേശങ്ങൾ എരിക്കുംപൂൽ പോലെയും ചിലത് കൈതപ്പു പോലെയും തോന്നുന്നു. പുള്ളിപ്പുലി, കരടി തുടങ്ങിയ പല മൃഗങ്ങളെ കാണൂ. മാവ്, ഞാവൽ, വേങ്ങ, പാച്ചോറ്റി, മുൾമരം, പ്ലാവ് തുടങ്ങിയ പലതരം വൃക്ഷങ്ങളെ കാണൂ. രമ്യങ്ങളായ താഴ്വരകളിൽ കാമാസക്തരായ കിന്നരന്മാർ ഇണചേരുന്നത് കാണൂ. പലതരം പൂക്കളും കായ്കളും നിറഞ്ഞതും പലതരം പക്ഷികൾ പാർക്കുന്നതും രമ്യങ്ങളുമായ കൊടുമുകളോടുകൂടിയ ഇവിടെ എനിക്ക് ആനന്ദമാണ്. എന്റെ പിതാമഹന്മാരായ രാജർഷികൾ ഈ വനവാസത്തെ ഇഹപര ശ്രേയസ്സുകൾക്ക് നിത്യമായ ഉത്തമോപമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയേ, ഈ പർവ്വതത്തിന്റെ ചില ഭാഗങ്ങൾ വീട് പോലെയും ചിലവ പൂങ്കാവനം പോലെയും ചിലയിടം ഒറ്റ കല്ലുപോലെയും കാണുന്നില്ലേ? സീതേ, വിശിഷ്ട വ്രതനിഷ്ഠനായ കുലധർമ്മവർദ്ധകമായ സദ്പഥത്തിൽ വർദ്ധിച്ച് നിന്നോടും ലക്ഷ്മണനും കൂടി ഈ കാലം നല്ല സുഖമായി വസിച്ച് ഞാൻ ആനന്ദമനുഭവിക്കും. പിന്നെ പർവ്വതത്തിൽ നിറങ്ങി മന്ദാകിനി നദിയെ സീതയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇതാണ് മനോഹരമായ മണൽത്തിട്ടയോടുകൂടിയ ഹംസസാര സേവിതമായ മന്ദാകിനി നദി. പൂങ്കായം നിറഞ്ഞ പലതരം തീരതെരുക്കളാൽ ചുഴറ്റപ്പെട്ട ഈ പുഴ രാജരാജന്റെ പൊയ്ക പോലെ വിളങ്ങുന്നു. കാട്ടുമൃഗങ്ങൾ നീർകുടിച്ച് വെള്ളം കലങ്ങിയ ഈ ചേലാർന്ന കടുവകൾ എനിക്ക്
കടവുകൾ എനിക്ക് ആനന്ദമരുളുന്നു. ഋഷികൾ പ്രിയ ഈ പുഴയിൽ പുലർവേളയിൽ സ്നാനം ചെയ്യുന്നു. വ്രതനിഷ്ഠരായ മാമുനിമാർ വിധിയാമണ്ണം കയ്യും പൊക്കി ആദിത്യനെ ഉപാസിക്കുന്നു. എത്ര മനോഹരമായ കാഴ്ചകളാണ്! സിദ്ധജനസേവിതമായ മന്ദാകിനിയെ കാണുക. പ്രിയെ, കാറ്റടിച്ച് കരക്കടിഞ്ഞ പൂക്കളെ നോക്കൂ. മറ്റു ചില വെള്ളത്തിൽ തുള്ളിക്കളിക്കുന്നു. കളകൂജനം പൊഴിച്ചുകൊണ്ട് ചക്രവാക പക്ഷികൾ ആ പൂക്കളിൽ ചെന്ന് കയറുന്നു നോക്കൂ. ശോഭനെ, ചിത്രകൂടത്തിന്റെയും മന്ദാകിനിയുടെയും നിന്റെയും ദർശനം പുരവാസത്തേക്കാൾ മെച്ചമായി എനിക്ക് തോന്നുന്നു. ഈ പുഴയിൽ നമുക്ക് നീരാടാം. വെൺതാമരകളെയും ജലത്തിലാഴ്ത്തിക്കൊണ്ട് തോഴിയെപ്പോലെ ഈ പുഴയിൽ നീരാടിയാലും. പർവ്വതത്തെ അയോധ്യ എന്നും ജന്തുക്കളെ പൗരജനങ്ങളെന്നും ഈ നദിയെ സരയൂ എന്നും സദാ കരുതുക. എന്നെ അനുസരിക്കുന്ന ധർമാത്മാവായ ലക്ഷ്മണനും അനുകൂലയായ നീയും സീതയെ എനിക്ക് പ്രീതിയേകുന്നു. നിന്നോടൊത്ത് 3 നേരവും സ്നാനം ചെയ്ത് തേനും കാവയും കിഴങ്ങും കഴിച്ചു കഴിയുന്ന ഞാൻ രാജ്യത്തെയോ അയോധ്യയെയോ ആശിക്കുന്നില്ല. ആനകൾ കളിക്കുകയും കുളിക്കുകയും ചെയ്യുന്ന കുരങ്ങുകളും സിംഹങ്ങളും ജലം കുടിക്കുന്ന ചന്തമാർന്ന ചെന്താകൾ ചാർത്തിയ ഈ നദിയിൽ കുളിച്ചാൽ തളർച്ച തീർന്നു സുഖം തോന്നാത്തവൻ ആരുമില്ല. അങ്ങനെ സീതയ്ക്ക് ആ മലമ്പുഴ കാട്ടിക്കൊടുത്തും മാംസം കൊടുത്തു സന്തോഷിപ്പിച്ചുകൊണ്ടും രാമൻ ആ പർവ്വതതടത്തിലിരുന്നു. ഇത് ശുദ്ധം, ഇത് സ്വാദുള്ളത്, ഇത് തീയിൽ നന്നായി ചുട്ടത് എന്നിങ്ങനെ പറഞ്ഞ് രാമൻ സീതയോടൊത്തിരുന്നു. അങ്ങനെയിരിക്കെ പെട്ടെന്നൊരാരവം കേട്ടു. മനസ്സിലായി, എന്തോ ഒരു സൈന്യം വരുന്നു. ഇടിവെട്ടും പോലെ വലിയ കോലാഹലം കേൾക്കാകുന്നു. സുമിത്രാനന്ദവർദ്ധന, എന്തോ വിരണ്ടോടുന്നു. മൃഗങ്ങളും സിംഹങ്ങളും പേടിച്ചോടുന്നു. ലക്ഷ്മണ, അന്വേഷിച്ചറിയുക. ആരോ ആക്രമിക്കാൻ വരുന്നുണ്ട്. ലക്ഷ്മണൻ വലിയൊരു മഴത്തിൽ കയറി നോക്കി. അവിടെ നിന്ന് കണ്ടു അയോധ്യയുടെ കൊടി തങ്ങൾ താമസിക്കുന്നിടത്തേക്ക് വരുന്നു. ഉടൻ ലക്ഷ്മണൻ പറഞ്ഞു, നമ്മളെ വധിക്കുവാനായിട്ട് ഭരതൻ വരികയാണ്. അവൻ ഇന്ന് ചിത്രകൂടത്തിലെ കാടുകളെ ചോരയിൽ കുളിപ്പിക്കും. കൂരമ്പുകൾ കൊണ്ട് ഞാൻ അവനെ വധിക്കും. സേനയോടൊത്ത് ഭരതനെ കൊന്ന് ഞാൻ ഇന്ന് ഈ കാട്ടിൽ അമ്പുവില്ലുകളോടുള്ള കടം വീട്ടും, സംശയമില്ല. അവൻ വരട്ടെ. ആ വീരി വന്നിരിക്കുന്നു. അങ്ങ് ഭ്രംശനായതും അവൻ കാരണമാണല്ലോ. സീതയ്ക്കും എനിക്കും ആപത്തേർപ്പെട്ടതും അങ്ങയ്ക്കും ആപത്തേർപ്പെട്ടതും എല്ലാം ഭരതൻ കാരണമാണ്. ക്രോധകലുഷിതമായ സുമിത്രാസുരനെ ആശ്വസിപ്പിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു, വീരനും വില്ലാളിയുമായ ഭരതൻ നമ്മെ ഒരിക്കലും എതിർക്കുകയില്ല. ലക്ഷ്മണ, ഭരതൻ വരുന്നത് നമ്മളെ തിരിച്ച് കൊണ്ടുപോകാനായിരിക്കും. അല്ലാതെ ഭരതന് രാമനെതിരായി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഉടൻ സേനയെ ദൂരെ നിലയുറപ്പിച്ചിട്ട് ഭരതൻ ചിത്രകൂടത്തിലേക്ക് നീങ്ങി. പാദചാരിയായ തന്നെ പിതൃവാക്യ പരിപാലകനായ രാമന്റെ മുമ്പിൽ ചെല്ലാൻ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അമാത്യന്മാർ, പൗരന്മാർ, ഗുരുക്കന്മാർ, ബ്രാഹ്മണർ ഇവരാൽ പരിവൃതനായ ഞാൻ കാട്ടിലെങ്ങും കാൽനടയായി തന്നെ സഞ്ചരിക്കും. രാമനെയും ലക്ഷ്മണനെയും സീതയെയും കാണുന്നവരെ എനിക്ക് ശാന്തിയില്ല. ഊടിയുടെ അധിപനായ ഭർത്താവിനെ അനുഭവിച്ച മഹാഭാഗയായ വൈദേഹി കൃതകൃത്യ തന്നെ. ഗിരിരാജ സമനായ ഈ ചിത്രകൂടം ധന്യം തന്നെ. ഇവിടെയല്ലോ നന്ദനത്തിൽ കുബേരൻ എന്നതുപോലെ കാകുത്സ്ഥൻ വാഴ്വത്. ശസ്ത്രധാരികളാൽ അഗ്രഗണ്യനായ രാമൻ പാർക്കുന്ന ദുഷ്ടമൃഗങ്ങളുമെന്ന ഈ കൊടുങ്കാട് കൃതാർത്ഥം തന്നെ. ഭരതൻ രാമാശ്രമം കൊണ്ട് സേനയെ വീണ്ടും നിവേശനം ചെയ്ത് ഗുഹനോടുകൂടി വേഗം നടന്നു. സേന നിലയുറപ്പിച്ച ശേഷം ഭരതൻ സ്വോത്സാഹം ശത്രുഘ്നെയും നയിച്ചുകൊണ്ട് ജ്യേഷ്ഠനെ കാണാൻ നട തുറന്നു. അമ്മമാരെ വേഗം കൂട്ടിക്കൊണ്ടുവന്നാലും എന്ന് വസിഷ്ഠനോട് അപേക്ഷിച്ചിട്ട് ഭ്രാതൃപ്രിയനായ ഭരതൻ മുമ്പേ യാത്രയായി. രാമദർശനത്തിന് തുല്യം തൃഷ്ണയായ സുമന്ത്രനും ശത്രുഘ്നന്റെ പിന്നാലെ നടന്നു. താവസാലയങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന രാമന്റെ പർണശാല നടന്നുകൊണ്ടിരിക്കെ ഭരതൻ കണ്ടു. പർണശാലയുടെ മുന്നിൽ വെട്ടിക്കീറിയ വിറകും പറിച്ചെടുത്ത പൂക്കളും ഭരതൻ കണ്ടു. ആശ്രമത്തിലെത്തിച്ചേരാൻ രാമലക്ഷ്മണന്മാർ അടയാളമായി അവിടെ ദർഭങ്ങളും ചീരകളും തൂക്കിയിട്ടിരിക്കുന്നത് കാണായി. തണുപ്പ് കാറ്റാൻ മൃഗങ്ങളുടെയും പോത്തുകളുടെയും ചാണകമുണക്കി ആ കാട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്നതും കണ്ടു. നടന്നുകൊണ്ടിരിക്കെ സന്തോഷത്തോടെ ശത്രുഘ്നോടും അമാത്യരോടുമായി പറഞ്ഞു, ഭരദ്വാജ മഹർഷി നിർദ്ദേശിച്ച സ്ഥാനത്ത് നാം എത്തിച്ചേർന്നിരിക്കുന്നു. മന്ദാകിനി ഇവിടെ നിന്ന് വളരെ അകലെയല്ലെന്നും കരുതുന്നു.
ഇവിടെ ഞാൻ ഋഷിതുല്യനായ ആര്യനെ സസന്തോഷം കണ്ടെത്തും. നദിയുടെ തീരം ചേർന്ന് ഒട്ടിട നടന്ന ഭരതൻ അവരോട് പറഞ്ഞു, പുരുഷോത്തമൻ നിലത്ത് വീരാസനത്തിലിരിക്കുകയാണ്. രാജാവ് പെരുങ്കാട്ടിൽ എന്റെ ജീവിതവും ജന്മവും മഹാനിന്ദ്യം. ഞാൻ മൂലം ആ മഹാത്മാവായ ലോകനാഥൻ സുഖങ്ങളെല്ലാം വടിഞ്ഞ് ക്ലേശിച്ച് വനത്തിൽ വാഴുന്നു. എന്നിങ്ങനെ ലോകത്താൽ പഴിക്കപ്പെട്ട ഞാൻ രാമനെ പ്രീതിപ്പെടുത്തി രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും കാൽക്കലിപ്പോൾ പതിക്കും. ഇപ്രകാരം വിലപിക്കുന്ന ആ ദാശരഥി പുണ്യവും മനോരമവുമായ പർണശാല കണ്ടു. ഇലകൾ കൊണ്ട് മേഞ്ഞതും വിശാലവും മൃദുദർഭ വിരിച്ച യജ്ഞവേദി പോലെയുള്ളതും വജ്രതുല്യകളും വൈരമാരകങ്ങളും പുറമെ പൊൻപൂശിയുമായ കനത്ത വില്ലുകൾ തൂങ്ങുന്നതും വായ പിളർന്ന പാമ്പുകളാൽ ഭോഗവതിയെ എന്ന പോലെ സൂര്യകര പ്രഭങ്ങളും ഘോരങ്ങളും ശരങ്ങളാൽ ശോഭിക്കുന്നതും വെള്ളിയുറകൾ ചെയ്യിക്കുന്ന 2 വാളുകൾ തൂങ്ങുന്നതും കിഴക്കോ വടക്കോട്ട് ചാഞ്ഞ തീയാളുന്ന വേദിയോടുകൂടിയതുമായ രാമനിലയം ഭരതൻ കണ്ടു. തെല്ലിട സൂക്ഷിച്ചു നോക്കിയപ്പോഴും ഉടജത്തിൽ ജടാമണ്ഡലധാരിയായി ശ്രീരാമനിരിക്കുന്നത് കണ്ടു. കൃഷ്ണാജിനം ധരിച്ച് മരത്തോലൊടുത്ത് അഗ്നിയാൽ ചൂഴപ്പെട്ടവനെ പോലെ വിളങ്ങുന്ന രാമനെ കണ്ടു. സിംഹസ്കന്ധനും കമലനേത്രനും ആഴിചൂഴുന്ന ഊഴിക്കുടയവനും ധർമ്മചാരിയും മഹാബാഹുവുമായ രാമൻ സീതാലക്ഷ്മണ സമേതം ദർഭവിരിച്ച് ബ്രഹ്മാവിനെ പോലെ ഇരുന്നരുളുന്നു കണ്ടു. രാമനെ കണ്ട് ഓടിച്ചെന്ന് ഇടറുന്ന തൊണ്ടയോടെ കേണു. സദസ്സിൽ അമാത്യരാൽ ചുഴപ്പെട്ട് വാഴേണ്ട എന്റെ ജ്യേഷ്ഠനിത കാട്ടുമൃഗങ്ങളാൽ ചുഴപ്പെട്ട് വാഴുന്നു. വിലയേറിയ വസ്ത്രങ്ങൾ ധരിച്ചു വന്ന മഹാവീരനിത മാന്തോലുകൾ മുടുത്ത് ധർമ്മമാചരിക്കുന്നു. എപ്പോഴും പലതരം പൂക്കൾ ചൂടിപ്പോന്ന രാമൻ ഈ ജടാഭാരം താങ്ങുന്നത് എങ്ങനെ? സുഖോചിതനായ രാമൻ ഞാൻ മൂലമാണല്ലോ ഈ ദുഃഖം പ്രാപിച്ച് ദുഷ്ടനായ എന്റെ ലോകനിന്ദിതമായ ജീവിതം ഹാ കഷ്ടം എന്നിങ്ങനെ കേണുകൊണ്ട് നിലംപതിച്ച ഭരതനെ ശ്രീരാമൻ സാദരം ചേർത്ത് പിടിച്ച് തൻ്റെ മടിയിലേക്ക് താങ്ങിയിരുത്തി. അത് കഴിഞ്ഞിട്ട് നെറുകയിൽ മുകർന്നുകൊണ്ട് കെട്ടിപ്പിടിച്ച് രാമൻ വാത്സല്യത്തോടെ ചോദിച്ചു, ഉണ്ണി, അച്ഛനെവിടെ? കാട്ടിൽ നീ എങ്ങനെ എത്തി? അച്ഛനിരിക്കെ നീ കാട്ടിൽ പോരാൻ പാടുള്ളതല്ല. നിന്നെ കണ്ടിട്ട് നാളെത്രയായി? എന്താണിങ്ങനെ കാട്ടിലേക്ക് വന്നത്? നീ ഇങ്ങോട്ട് പോകുന്നതെന്ത്? രാജാവ് ദുഃഖം കൊണ്ട് പരലോകം പ്രാപിച്ചൊന്നുമില്ലല്ലോ. കുട്ടിയായ നിനക്ക് ശാശ്വതമായ രാജ്യം നഷ്ടപ്പെട്ടില്ലല്ലോ. അച്ഛനെ വേണ്ട പോലെ ശുശ്രൂഷിക്കുന്നില്ലേ? രാജസൂയങ്ങളും അശ്വമേധങ്ങളും അനുഷ്ഠിച്ച ധർമ്മനിശ്ചയവും സത്യശങ്കരനുമായ ദശരഥാത്മജൻ കുശലിയായി കഴിയുന്നില്ലേ? വിദ്വാനും ധർമ്മനിത്യനും മഹാദ്വിതിയും ഇക്ഷ്വാകുലത്തിന്റെ ഉപാധ്യായനുമായ ആ ബ്രാഹ്മണനെ വേണ്ടതുപോലെ പൂജിക്കുന്നില്ലേ? ഇവിടം മുതൽ എങ്ങനെ രാജ്യം ഭരിക്കണം എന്ന ഉപദേശം കൊടുക്കുകയാണ് ഭരതന്. ഇക്ഷ്വാകുലത്തിന്റെ ഉപാധ്യായനായ ആ ബ്രാഹ്മണനെ വസിഷ്ഠനെ വേണ്ടതുപോലെ പൂജിക്കുന്നില്ലേ? അമ്മ കൗസല്യയ്ക്കും സുമിത്രാമാതാവിനും കൈകേയി ദേവിക്കും സുഖമല്ലേ? വിനയസമ്പന്നനും ബഹുശ്രുതനും അനസൂതനുമായ പുരോഹിതനെ നീ വേണ്ട പോലെ പൂജിക്കുന്നില്ലേ? വിധിജ്ഞനും ബുദ്ധിമാനുമായ ഹോതാവ് യഥാകാലം ചെയ്തതും കൊടുക്കുന്നതുമായ കർമ്മങ്ങളെക്കുറിച്ച് അറിയിക്കുന്നില്ലേ? ദേവന്മാർ, പിതൃക്കൾ, ഗുരുക്കന്മാർ, പിതൃതുല്യർ, ഭൃത്യന്മാർ, വൃദ്ധന്മാർ, വൈദ്യന്മാർ, ബ്രാഹ്മണർ ഇവരെ ആദരിക്കുന്നില്ലേ? ശാസ്ത്രവിദ്യാവിശാരദരും അർത്ഥശാസ്ത്ര വിശാരദരും ധനുർധരരുമായ ഉപാധ്യായനെ മാനിക്കുന്നില്ലേ? ശൂരരും വേദജ്ഞരും ജിതേന്ദ്രിയും കുലീനരും ഇംഗിതജ്ഞരും തനിക്ക് തുല്യരുമായ വല്ലരെ നീ മന്ത്രിമാരായി നിയമിച്ചിരിക്കുന്നത്? രാജാവിന്റെ വിധേയത്തിന് ആധാരം അമാത്യന്മാരുടെയും രഹസ്യമായ മന്ത്രാലോചനയാണ്. യഥാകാലം ഉറങ്ങാറില്ലേ? പുലർച്ചയ്ക്ക് ഉണരാറില്ലേ? വെളുപ്പിന് അർത്ഥലാഭങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ലേ? തനിച്ചും പലർ കൂടിയും മന്ത്രാലോചന ചെയ്യാറില്ലേ? ആലോചിച്ചുറപ്പിച്ച് രഹസ്യം നാട്ടിൽ പാട്ടാകാറില്ലല്ലോ. രഹസ്യമായ മന്ത്രങ്ങൾ തർക്കം കൊണ്ടോ യുക്തി കൊണ്ടോ നീയോ നിന്റെ അമാത്യരോ അറിയുന്നില്ലേ? 1000 മൂർഖന്മാരെ വെടിഞ്ഞ് പണ്ഡിതനായ ഒരുവനെ സ്വീകരിക്കുന്നില്ലേ? ആപത്തിൽ പണ്ഡിതൻ വളരെ പ്രയോജനപ്പെടും. മഹത്തായ കാര്യങ്ങളിൽ മഹാന്മാരെയും മധ്യമകാര്യങ്ങളിൽ മധ്യമന്മാരെയും താണകാര്യങ്ങളിൽ താണവരെയും ഭൃത്യരായി നിയോഗിക്കാറില്ലേ? പരീക്ഷിച്ച് വിശ്വസ്തരെന്ന് തീർച്ചപ്പെട്ടവരും പിതൃവൈദാഹം പ്രാപ്തരും വിശുദ്ധരുമായ ശ്രേഷ്ഠരെ ശ്രേഷ്ഠകാര്യങ്ങളിൽ നിയോഗിക്കുന്നില്ലേ?
ബലവാന്മാർ, യുദ്ധവിശാരദന്മാർ, പ്രസിദ്ധർ, വിക്രമം കാണിച്ചർ എന്നിവരെ സത്കാരപൂർവം ബഹുമാനിക്കാറില്ലേ? സേനയ്ക്ക് യഥോചിതം ഭക്ഷണവും ശമ്പളവും നൽകുന്നില്ലേ? അതാത് കാലത്ത് കൊടുക്കേണ്ടത് കാലവിളംബം വരുത്താതെ കൊടുക്കാറില്ലേ? ഭക്ഷണത്തിനും ശമ്പളത്തിനും കാലതാമസം ഏർപ്പെട്ടാൽ ഭടന്മാർ ഭരണാധിപന്മാരോട് വല്ലാതെ കോപിക്കും. അത് വലിയ അനർത്ഥത്തിനിടയാക്കും. ഏവരും, വിശേഷിച്ചും ജ്ഞാതികൾ നിന്നോട് കൂറുള്ളവരല്ലേ? നിനക്ക് വേണ്ടി അവർ പ്രാണൻ വെടിയാൻ തയ്യാറല്ലേ? എത്ര മഹത്തായ സന്ദേശമാണ്! തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും കൃത്യമായി ശമ്പളവും കൃത്യമായി ഭക്ഷണവും എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ തന്നോട് വിയോജിപ്പുണ്ടെങ്കിൽ അവർ തന്നെ ചതിക്കും എന്ന് വളരെ മനോഹരമായി രാമൻ പറഞ്ഞു കൊടുക്കുന്നു. അജ്ഞരെങ്കിലും വിജ്ഞാനാഭിമാനികളായ ചക്രവീർ ചാർവാകവിപ്രരെ മാനിക്കുന്നില്ലേ? അവർ അനർത്ഥമുണ്ടാക്കാൻ സമർത്ഥരാണ്. വത്സ, വീരന്മാരായ നമ്മുടെ പൂർവികർ പാർത്തുപോകുന്നതും ഉറപ്പേറിയ കവോടത്തോടുകൂടിയും അയോധ്യയെ നീ വഴിപോലെ പാലിക്കുന്നില്ലേ? കൃഷിയും ഗോരക്ഷയും ചെയ്യുന്നവർ നിനക്ക് പ്രിയപ്പെട്ടവരല്ലേ? കൃഷി, ഗോരക്ഷ എന്നീ വൃത്തികളെ ആശ്രയിച്ചാണ് ജനങ്ങൾക്ക് സുഖമുണ്ടാകുന്നത്. അവർക്ക് വേണ്ട രക്ഷയും പരിഹാരവും നൽകുന്നില്ലേ നിന്റെ ഭരണം? ഇടത്തരക്കാരാണ് നല്ലത്. കോട്ടകളിലൊക്കെ ധനാധാന്യായുധങ്ങളും ജലവും ശില്പികളും വില്ലാളികളും വേണ്ടുവോളമല്ലേ? വരവ് ഏറെയും ചിലവ് കുറവുമല്ലേ? അനർഹരിൽ നിന്റെ ധനം പോകാറില്ലല്ലോ. കൊമ്പൻ, പിടി, കുതിര ഇവ വേണ്ടുവോളമില്ലേ? രാജപുത്ര, നീ ചമഞ്ഞൊരുങ്ങി പൂർവഘ്നത്തിൽ ആസ്ഥാനത്ത് ആളുകൾക്ക് ദർശനം നൽകാറില്ലേ? വേലക്കാരൊക്കെ നിശങ്കം നിന്നെ കാണാറില്ലേ? തൊണ്ടിയോടെ പിടികൂടപ്പെട്ട കള്ളനെ ചോദ്യം ചെയ്തിട്ട് ധനാലോഭം കൊണ്ട് വെറുതെ വിടാറില്ലല്ലോ. ഗുരുക്കന്മാർ, വൃദ്ധന്മാർ, തപസ്സുകൾ, ദേവതകൾ, അതിഥികൾ, സിദ്ധാർത്ഥരായ ബ്രാഹ്മണർ, ചൈത്യങ്ങൾ ഇവരെയെല്ലാം നമസ്കരിക്കാറില്ലേ? നാസ്തിക്യം, അനൃതം, ക്രോധം, പ്രമാദം, ദീർഘസൂത്രത, ജ്ഞാനികളെ കാണായിക, ആലസ്യം, ഇന്ദ്രിയ വിധേയത, തനിച്ച് കാര്യചിന്തനം, അജ്ഞരോടുള്ള മന്ത്രാലോചന നിശ്ചയിച്ചു നടത്താതിരിക്കുക, മന്ത്രം രക്ഷിക്കായിക, മംഗളകർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കൽ, എന്തിലും എടുത്തുചാട്ടം എന്നീ 14 രാജദോഷങ്ങളെ നീ വർജിക്കാറില്ലേ? മന്ത്രിമാർ 3-4 പേരുമായി യഥോദിഷ്ടം ഒന്നിച്ചും തനിച്ചും മന്ത്രാലോചന നടത്താറില്ലേ? നിന്റെ വേദങ്ങളും ക്രിയയും ഭാര്യയും ശ്രുതവും സഫലമല്ലേ? ഞാനീ പറഞ്ഞതുപോലെ നിന്റെ ബുദ്ധി ആയുഷ്കരവും കീർത്തിദായകവും ധർമാർത്ഥ കാമയുക്തവുമല്ലേ? യാതൊരു വൃത്തിപതാവും പ്രപിതാമഹനും തുറന്നു പോന്നുവോ? അതു സജ്ജനങ്ങൾ അനുസരിക്കുന്ന ശോഭനമാർഗവും നീ പിന്തുടരുന്നില്ലേ? സ്വാദുള്ള വസ്തുക്കൾ തനിക്ക് ഭുജിക്കാറില്ലല്ലോ. അർത്ഥിക്കുന്ന മിത്രങ്ങൾക്ക് ധനം നൽകാറില്ലേ? അറിവുള്ള അരജൻ പ്രജകളെ ധർമാനുസാരം പാലിച്ചും ദണ്ഡിച്ചും പോന്നാൽ ഊഴി മുഴുവൻ ശരിക്കു നേടി ഒടുവിൽ നാഗം പോകും. ഭരതൻ ജ്യേഷ്ഠാനുവർത്തിയാണെന്ന് രാമൻ ലക്ഷ്മണനോടൊപ്പം ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. നീ ഇങ്ങോട്ട് മരവുരിയും മാന്തോലും ജടയും ധരിച്ചാൻ കാരണമെന്തെന്ന് പറയൂ. നാടുവടിഞ്ഞ് ജടാവൽക്കലങ്ങളും പൂണ്ട് ഇവിടേക്ക് വരാനുള്ള കാരണമൊക്കെ പറയണം എന്നിങ്ങനെ രാമൻ ഗാഠമായി പുൽകി ചോദിച്ചപ്പോൾ കൂപ്പുകൈയോടെ ഭരതൻ അറിയിച്ചു. ആര്യ, അച്ഛൻ ദുഷ്കര കർമ്മം ചെയ്ത് പുത്രശോകത്താൽ ലോകം വെടിഞ്ഞ് പരലോകം പ്രാപിച്ചിരിക്കുന്നു. എന്റെ അമ്മ കൈകേയിയുടെ പ്രേരണ കൊണ്ട് അങ്ങനെ ചെയ്തു. അമ്മ ദുഷ്കൃത്യകരമായ മഹാപാപം ചെയ്തു. അവൾ രാജ്യം നേടാതെ വൈധവ്യം പൂണ്ട് ശോകകർഷിതയായി ഘോര നരകത്തിൽ പതിക്കും. അവിടുത്തെ ദാസനായി എന്നിൽ കലിഞ്ഞാനും ഇന്ന് തന്നെ അങ്ങ് ഇന്ദ്രനെ പോലെ രാജാവായി അഭിഷിക്തനായി ഇതാ നാട്ടുകാരും വിധവകളായ അമ്മമാരും അങ്ങയുടെ അടുത്തെത്തിയിരിക്കുന്നു. അവിടുന്ന് പ്രസാദിച്ചാലും യഥാക്രമം വന്നു ചേർന്നു അങ്ങേക്ക് അനുരൂപമായ രാജ്യത്തെ ധർമ്മപ്രകാരം സ്വീകരിച്ചാലും സുഹൃത്തുക്കളെ സന്തോഷിപ്പിച്ചാലും തെളിഞ്ഞ തിങ്കളാൽ ശാരദ നിശയെന്ന പോലെ അങ്ങാകുന്ന നാഥനാൽ ഭൂമി സനാഥയാകട്ടെ. ഈ മന്ത്രിമാരുമൊത്ത് ഞാൻ കുമ്പിട്ട് അപേക്ഷിക്കുന്നു. സോദരനും ശിഷ്യനും ദാസനുമായ ഇവനിൽ കരിഞ്ഞാലും ഇതാ അച്ഛന്റെ മാന്യരായ മന്ത്രിമാരെല്ലാം പ്രഭു അങ്ങ് കൈവടിയരുത്. ഇങ്ങനെ പറഞ്ഞ് കണ്ണീരും വാർത്ത് കേകയപുത്രൻ വീണ്ടും രാമന്റെ കാൽക്കൽ തലവച്ചു കുമ്പിട്ടു. മതമാണ്ട കൊമ്പനെ പോലെ വീണ്ടും വീണ്ടും നെടുവീർപ്പൂടുന്ന അനുജനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു. കുലീനവും സ്വത്ത് സമ്പന്നനും തേജസ്വിയും ചരിത്രവ്രതനുമായ എന്നെ പോലെയുള്ളവൻ രാജ്യത്തിനു വേണ്ടി എങ്ങനെ പാപം ചെയ്യും?
നിന്നിൽ അല്പം പോലും ദോഷം ഞാൻ കാണുന്നില്ല. അറിവില്ലായക കൊണ്ട് നീ അമ്മയെ നിന്ദിക്കരുത്. ബുദ്ധിമൻ കാരണവന്മാർക്ക് ഭൃത്യരോടും ഭാര്യയോടും പുത്രന്മാരും യഥേഷ്ടം പെരുമാറാം. ലോകത്തിൽ സജ്ജനങ്ങൾ ഭാര്യമാർ, പുത്രന്മാർ, ശിഷ്യന്മാർ എന്നിവരെ എങ്ങനെ കരുതുന്നോ അങ്ങനെയാണ് അദ്ദേഹത്തിന് നാം എന്നേ എണ്ണാവൂ. മരവരിയോ മാന്താവലോ ധരിച്ച് വനത്തിൽ പോകാൻ പറയാനോ രാജ്യത്തിൽ പാർപ്പിക്കാനോ മഹാരാജാവിന് അധികാരമുണ്ട്. ധർമ്മജ്ഞ, ലോകസത്കൃതനായ അച്ഛനോടുള്ളത്ര ഗൗരവം അമ്മയോടുമുണ്ടായിരിക്കണം. ധർമ്മശീലരായ ഈ മാതാപിതാക്കന്മാരാൽ വനത്തിനു പോക എന്ന ആജ്ഞാപ്തനായ ഞാൻ മറിച്ചെങ്ങനെ ചെയ്യും? ലോകസത്കൃതമായ രാജ്യം അയോധ്യയിൽ നീ കൈക്കൊള്ളണം. വൽക്കലവുമെടുത്ത് ഞാൻ ദണ്ഡകാരണ്യത്തിൽ വാഴണം എന്നിങ്ങനെ ലോകസമക്ഷം പറഞ്ഞ് വിഭാഗം ചെയ്തിട്ടല്ലയോ ദശരഥ മഹാരാജാവ് ദിവംഗതനായത്? നിനക്കും പ്രമാണം ധർമാത്മാവായ ആ രാജാവ് തന്നെ. അച്ഛൻ തന്നത് വേണ്ട പോലെ നീ അനുഭവിക്കുക സൗമ്യ. അച്ഛൻ എനിക്ക് നൽകിയ ഭാഗം 14 വർഷം ദണ്ഡകാരണ്യവാസം ഞാൻ അനുഭവിക്കും. നരലോക സത്കൃതനും സുരേന്ദ്രസമനുമായ അച്ഛൻ എന്നോട് എന്താജ്ഞാപിച്ചു അതാണ് എനിക്ക് ഏറ്റവും ഹിതം എന്ന് ഞാൻ കരുതുന്നു. അല്ലാതെ സർവലോക സമ്രാട്ട് പദവി പോലുമല്ല. എന്നിങ്ങനെ ഭരതനെ രാമൻ അറിയിച്ചു. ധർമ്മമില്ലാത്ത എനിക്ക് രാജ്യധർമ്മം കൊണ്ട് എന്തു കാര്യം? നരോത്തമ, ജ്യേഷ്ഠപുത്രനുള്ളപ്പോൾ അനുജൻ രാജാവാകാൻ പാടില്ല എന്ന ശാശ്വത ധർമ്മം നമ്മുടെ ഇടയിലുണ്ട് ജ്യേഷ്ഠ. അതിനാൽ എന്നോടൊപ്പം അയോധ്യയ്ക്ക് വരിക എന്നൊക്കെ ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രനോട് ഭരതൻ പറഞ്ഞുവെങ്കിലും രാമൻ തയ്യാറായില്ല. അങ്ങനെ രോഗാതുരനായി അങ്ങയെ തന്നെ നനച്ചുകൊണ്ടുപോയ രാമനെ തന്നെ നനച്ചുകൊണ്ടുപോയ ദശരഥന്റെ വാക്കുകൾ ആരണ്യകാന്ഡം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥകളെയാണ്. നമ്മൾ കണ്ടു, ശ്രീരാമചന്ദ്രൻ ജനനത്തിന് ശേഷം അദ്ദേഹം തൻ്റെ ബ്രഹ്മചര്യം, അദ്ദേഹം വിദ്യാഭ്യാസത്തിലൂടെ നല്ല രീതിയിൽ അദ്ദേഹം അനുഷ്ഠിച്ചു. അദ്ദേഹം ബ്രഹ്മചര്യം കഴിഞ്ഞ ഉടനെ അദ്ദേഹം സീതാദേവി വിവാഹം കഴിച്ച് അദ്ദേഹം ഗൃഹസ്ഥാശ്രമത്തിലേക്കും പ്രവേശിച്ചു. പക്ഷേ ഗൃഹസ്ഥാശ്രമ ജീവിതം തുടങ്ങിയപ്പോൾ തൻ്റെ കുടുംബത്തിലുണ്ടായ പൊരുത്തക്കേടുകൾ, അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ, അത് നാം ഓരോരുത്തരും ശ്രീരാമചന്ദ്രനായി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എത്രമാത്രം ദുഃഖങ്ങളാണ് അദ്ദേഹത്തിനെ തേടി വന്നത്. ആദ്യം തൻ്റെ ഗൃഹം അദ്ദേഹത്തിന് നഷ്ടമായി, രാജ്യവും ഗൃഹവും നഷ്ടമായി. അദ്ദേഹത്തിന് വീട് വിട്ടിറങ്ങേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം വീട് വിട്ടിറങ്ങിയിട്ട് അദ്ദേഹം ബന്ധുക്കളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും എല്ലാവരിൽ നിന്നും അകന്ന് തൻ്റെ അനുജനോടും ഭാര്യയും കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് രാക്ഷസന്മാരുടെയും കാട്ടാളന്മാരുടെയും ഒക്കെ ആക്രമണങ്ങൾ സ്വീകരിച്ച് സഞ്ചരിക്കേണ്ടി വന്നു. എല്ലാം ഒതുക്കി ഒടുവിൽ അദ്ദേഹം ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുഷ്കരമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അതിന് തൊട്ടു മുമ്പായിട്ടാണ് അവിടെ ദേവിയുടെ ഭക്തനായ, പരാശക്തിയുടെ ഭക്തനായ അഗസ്ത്യമുനി അദ്ദേഹത്തിന് ഉപദേശിക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് വൈഷമ്യങ്ങളെ നേരിടേണ്ടി വരും എന്ന് മനസ്സിലാക്കുന്ന അഗസ്ത്യമുനി അദ്ദേഹത്തിന് ഉത്തമമായ ചാപവും അസ്ത്രങ്ങളും നൽകി അനുഗ്രഹം നൽകുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് താമസിക്കുവാനായി പഞ്ചവടി നിർദ്ദേശിക്കുന്നു. പഞ്ചവടിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ജടായുവിനെ കാണുന്നു. തൻ്റെ പിതാവിൻ്റെ സുഹൃത്തായ ജടായു, അവർ രണ്ട് പക്ഷികളാണ്, പക്ഷീന്ദ്രന്മാരാണ്. സമ്പാദിയും ജടായുവും. ജ്യേഷ്ഠൻ സമ്പാദിയും അനുജൻ ജടായുവും. അങ്ങനെ അദ്ദേഹവുമായി പരിചയം പുതുക്കിയ ശേഷം അവിടെ സുഖകരമായി അദ്ദേഹം പഞ്ചവടിയിൽ വസിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹേമന്തം, മഞ്ഞുകാലം വന്നെത്തുന്നത്. മനോഹരമായ മഞ്ഞുകാലവും നദികളെയുമെല്ലാം കാണിച്ച് അവിടെ സീതയോടൊപ്പം വനത്തിൽ മനോഹരമായി ലക്ഷ്മണൻ തീർത്ത പർണശാലയിൽ താമസിച്ചുകൊണ്ട് വസിക്കുമ്പോഴാണ്
അവിടെ ശൂർപ്പണഖ എത്തിച്ചേരുന്നത്. ശൂർപ്പണഖ രാവണന്റെ സഹോദരിയാണ്. ഗോദാവരി നദിയിലെ ജലത്തിൽ, അപ്പോൾ ഏകദേശം ഗോദാവരി നദി എന്ന് പറയുമ്പോൾ ആന്ധ്രാപ്രദേശിൽ എത്തിക്കഴിഞ്ഞു. മധ്യപ്രദേശും മഹാരാഷ്ട്രയും കഴിഞ്ഞ് ആന്ധ്രാപ്രദേശിലേക്ക് എത്തി ശ്രീരാമചന്ദ്രൻ. പഞ്ചവടി ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ഗോദാവരി നദീ തീരത്തിൽ അവിടെ തർപ്പണം ചെയ്ത് കഴിഞ്ഞ് ആശ്രമത്തിലെത്തുമ്പോഴാണ് അവിടെ ശൂർപ്പണഖ എത്തിച്ചേരുന്നത്. ശൂർപ്പണഖ, കാമരൂപിണിയായ ശൂർപ്പണഖ ശ്രീരാമചന്ദ്രനോടും ലക്ഷ്മണനോടും മാറി മാറി പ്രേമാഭ്യർത്ഥന നടത്തിയെങ്കിലും രണ്ടുപേരും സ്വീകരിക്കുന്നില്ല എന്ന് കണ്ട് മദനാർദ്ദിതയായ ശൂർപ്പണഖ സീതയെ വധിക്കുവാൻ ഒരുങ്ങുന്നു. സീതയെ ആക്രമിക്കാൻ പുറപ്പെടുന്ന ശൂർപ്പണഖയെ ഉടൻ തന്നെ ലക്ഷ്മണൻ തൻ്റെ വാളെടുത്ത് അവളുടെ കർണവും നാസികയും മുറിച്ചു കളയുന്നു. അലറി കരഞ്ഞുകൊണ്ട് ശൂർപ്പണഖ ഓടി തൻ്റെ സഹോദരന്മാരായ ഖരൻ, തൃശിരസ്, ദൂഷണൻ എന്നിവരെ ചെന്ന് കാണുന്നു. അവർ 14,000 യോദ്ധാക്കളോടുകൂടി വന്ന് ശ്രീരാമചന്ദ്രനുമായി അതിഭയങ്കരമായ യുദ്ധം നടത്തുന്നു. യുദ്ധത്തിനൊടുവിൽ ശ്രീരാമചന്ദ്രൻ 14,000 പേരെയും 3.25 നാഴി കൊണ്ട്, അതായത് ഇന്നത്തെ 1.5 മണിക്കൂർ സമയം കൊണ്ട് വധിക്കുന്നു. ഈ വിവരമറിഞ്ഞ രാവണൻ തൻ്റെ സഹോദരന്മാരെ വധിക്കുകയും തൻ്റെ സഹോദരിയെ വിരൂപയാക്കുകയും ചെയ്ത രാമനെ വധിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം മാരീചൻ എന്ന രാക്ഷസന്റെ സഹായം തരും. തൻ്റെ മാതുലനായ മാരീചന്റെ അടുത്തെത്തുന്നു. മാരീചൻ മുമ്പൊരിക്കൽ രാമബാണത്തിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതുകൊണ്ട് മാരീചൻ പറഞ്ഞു, ഒരിക്കലും ശ്രീരാമചന്ദ്രനുമായി യുദ്ധം ചെയ്യരുത്. അദ്ദേഹത്തിന്റെ ബാണത്തിന് വളരെ ശക്തിയാണ്, അദ്ദേഹത്തിനെ ഒരിക്കലും ആർക്കും തടയാൻ കഴിയില്ല എന്നെല്ലാം പറഞ്ഞെങ്കിലും മാരീചനെ വധിക്കുമെന്നായപ്പോൾ മാരീചൻ ചിന്തിച്ചു, രാവണ ബാണമേറ്റ് മരിക്കുന്നതിലും നല്ലത് രാമബാണമേറ്റ് സായുജ്യം പ്രാപിക്കുന്നതാണ് എന്ന് കരുതി അദ്ദേഹം രാവണൻ പറഞ്ഞതുപോലെ ഒരു പൊന്മാനായി സീതാദേവിയുടെ സമീപത്ത് പഞ്ചവടിയിൽ എത്തിച്ചേർന്നു. പഞ്ചവടിയിൽ എത്തിച്ചേർന്ന മായപ്പൊന്മാനിനെ കണ്ട് സീതാദേവി ആകർഷിക്കപ്പെടുകയും ശ്രീരാമനോട് ആ മായപ്പൊന്മാനെ തനിക്ക് പിടിച്ചു തരുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മാനിന്റെ പുറകെ പോയ രാമൻ മാനിനെ പിടിക്കാനാവുന്നില്ല എന്ന് കണ്ട് ഒരമ്പ് കൊണ്ട് മാനിനെ എയ്തു കൊന്നു. അമ്പേറ്റ് വീണ മാരീചൻ ഉടനെ ഹനുജ, ലക്ഷ്മണ, സീതയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമന്റെ ശബ്ദത്തിൽ അലറി വിളിച്ചു. ഈ ശബ്ദം കേട്ട് സീത തന്റെ ഭർത്താവിന് എന്തോ ആപത്ത് പിണഞ്ഞു എന്ന് കണക്കാക്കി ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രനെ രക്ഷിക്കുവാൻ പോവാൻ പറഞ്ഞു. എന്നാൽ ലക്ഷ്മണൻ പറഞ്ഞു, ശ്രീരാമചന്ദ്രൻ യാതൊരു ആപത്തും പിണയുകയില്ല. എന്നാൽ അവിടെ ലക്ഷ്മണന്റെ സഹോദര സ്നേഹത്തെ, സഹോദരനുള്ള വിശ്വാസത്തെ തെറ്റിദ്ധരിക്കപ്പെട്ടു സീതാദേവി തന്നെ ഭരതന് കാഴ്ചവെക്കുവാനും സ്വന്തം ഭാര്യയാക്കാനുമുള്ള ആഗ്രഹമാണ് എന്ന് കരുതി ലക്ഷ്മണനെ ഒരുപാട് ഭർത്സിച്ചു. ലക്ഷ്മണൻ ഉടൻ അവിടം വിട്ട് പഞ്ചവടി വിട്ട് ശ്രീരാമചന്ദ്രനെ അന്വേഷിച്ചു പോയി. ഉടൻ അവിടെ രാവണൻ എത്തുകയും സീതയെ അപഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സീത പറയുന്നു, രാമഭാര്യയാണ് ഞാൻ, രാമഭാര്യയെ അപഹരിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ അന്ത്യമെടുത്തിരിക്കുന്നു എന്നാണ്. ഇന്ദ്രന്റെ ഭാര്യയായ ശചിയെ അപഹരിച്ചാൽ പോലും നിനക്ക് ചിലപ്പോൾ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കാം. രാമഭാര്യയെ അപഹരിച്ചാൽ നിന്റെ ജീവിതം തന്നെ നിരർത്ഥകമായി തീരും. എന്നാൽ അഹങ്കാരത്താൽ മുങ്ങിയ രാവണൻ ഇതൊന്നും കേൾക്കാതെ സീതാദേവിയെയും കൊണ്ട് പായുകയാണ്. ഇടയ്ക്ക്
ജടായു സീതാദേവിയെ രക്ഷിക്കാനായി രാവണനുമായി യുദ്ധം ചെയ്യുകയും രാവണന്റെ തേര് തകർക്കുകയും ഒക്കെ ചെയ്തെങ്കിലും രാവണൻ തൻ്റെ ചന്ദ്രഹാസം കൊണ്ട് ജടായുവിനെ വെട്ടിവീഴ്ത്തുകയും തുടർന്ന് സീതയെയും കൊണ്ട് പോവുകയും ചെയ്തു. ഒരു മലയ്ക്ക് മുകളിൽ 5 വാനരന്മാർ നിൽക്കുന്നത് കണ്ട് സീതാദേവി തൻ്റെ ആഭരണങ്ങളെല്ലാം ഊരി ഉത്തരീയത്തിൽ പൊതിഞ്ഞ് ആ മലയിലേക്ക് അവർ കരികിലേക്ക് ഇട്ടുകൊടുത്തു. എന്നെങ്കിലും ശ്രീരാമചന്ദ്രൻ തന്നെ അന്വേഷിച്ച് ഇവിടെ എത്തുകയാണെങ്കിൽ അദ്ദേഹം താൻ പോയ വഴി മനസ്സിലാക്കുമല്ലോ എന്ന് കരുതി ലങ്കയിലെത്തി രാവണൻ സീതാദേവിയെ അവിടെ പാർപ്പിച്ചു. 1 വർഷം സമയം നൽകി സീതാദേവിക്ക് രാവണന്റെ ഭാര്യയാകാൻ. അതേസമയം ഇവിടെ സീതാദേവിയുടെ അടുത്തേക്ക് പർണശാലയിലേക്ക് തിരിച്ചെത്തിയ രാമലക്ഷ്മണന്മാർ സീതാദേവിയെ കാണാഞ്ഞ് അലഞ്ഞു നടന്നു. അപ്പോൾ വെട്ടേറ്റ് വീണ് കിടക്കുന്ന ജടായുവിനെ കണ്ടു. ജടായുവിന് സീതാദേവിയുടെ അനുഗ്രഹപ്രകാരം അദ്ദേഹത്തിന് രാവണൻ മോഷ്ടിച്ചു കൊണ്ടുപോയ കാര്യം പറയുവാൻ സാധിച്ചു. അദ്ദേഹം അന്ത്യശ്വാസം വലിക്കുകയും ചെയ്തു ജടായു. ഉടനെ ഉദകക്രിയകളെല്ലാം ചെയ്ത് രാമൻ വീണ്ടും യാത്രയായി. ജടായു പറഞ്ഞതുപോലെ ദക്ഷിണ ദിക്കിലേക്ക് യാത്രയായി. പോകുന്ന വഴിക്ക് കബന്ധനെ കണ്ടു. കബന്ധന്റെ കൈകൾ വെട്ടി കബന്ധന് മോക്ഷം കൊടുത്ത് മതംഗാശ്രമം കടന്ന് മുൻപോട്ട് നീങ്ങി. കബന്ധന്റെ ഉപദേശപ്രകാരം മുൻപോട്ട് നീങ്ങിയ രാമലക്ഷ്മണന്മാർ ശബരി ദർശനം നടത്തുകയാണ്. പമ്പയ്ക്ക് സമീപമായി ശബരി അവിടെ തപസ് ചെയ്യുകയായിരുന്നു. തപസ് ചെയ്യുന്ന ശബരിയെ കണ്ട് ശബരിയിൽ നിന്നും സീതാദേവി പോയ വഴി ഗ്രഹിക്കുകയും ലങ്കയിലേക്കാണ് പോയിരിക്കുന്നതെന്നും രാവണനാണ് കൊണ്ടുപോയിരിക്കുന്നതെന്നും കുറച്ചുകൂടി മുമ്പോട്ട് നീങ്ങിയാൽ പമ്പാ നദി എത്തുമെന്നും പമ്പാ തീരത്ത് താങ്കൾക്ക് സത്പുരുഷന്മാരെ ദർശിക്കാൻ കഴിയുമെന്നും സുഗ്രീവാദികളെയും ഹനുമാനെയും കാണുവാൻ കഴിയുമെന്നും അവരുമായി സഖ്യം ചെയ്താൽ അവരുമായുള്ള സജ്ജന സംഘത്തിലൂടെ അങ്ങേക്ക് സീതാദേവിയും സുഗ്രീവന് തൻ്റെ ഭാര്യയും തിരിച്ചു കിട്ടും. ഒരേ രീതിയിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന തുല്യ ദുഃഖിതരായ 2 പേരെ തമ്മിൽ ഒരു സംയുക്തമായി പ്രവർത്തിച്ചാൽ സംഘടനാ ശക്തി കൊണ്ട് 2 പേർക്കും ഗുണമുണ്ടാകും എന്നുള്ള ശബരിയുടെ ഉപദേശപ്രകാരം രാമൻ പമ്പാതീരത്തേക്ക് പോവുകയും ഇവിടെ ശബരി യോഗശക്തിയാൽ തൻ്റെ ശരീരം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. പമ്പാതീരത്തിൽ ചെന്ന് രാമൻ പമ്പയിൽ സ്നാനം ചെയ്തു. മനോഹരമായ ജലവും മനോഹരമായ പൂവുകളുമുള്ള ആ പമ്പാനദിയുടെ തീരത്താണ് സുഗ്രീവൻ വസിച്ചിരുന്നത്. രാമനും ലക്ഷ്മണനും കൂടെ അവിടെ വെച്ച് തീരുമാനിക്കുന്നു, ഇനി ഇവിടെ നിന്ന് ചെന്ന് സുഗ്രീവനെ കാണണം എന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പമ്പാ നദീതീരത്തുള്ള സുഗ്രീവൻ വസിക്കുന്ന സ്ഥാനത്തേക്ക് നടക്കുന്നതോടുകൂടി ആരണ്യകാന്ഡം ഇവിടെ സമാപിക്കുകയാണ്. തുടർന്ന് കിഷ്കിന്ധാകാന്ഡത്തിൽ തുല്യദുഃഖിതരായ 2 പേർ തമ്മിലുള്ള സംഘടനാശക്തി കൊണ്ട് എങ്ങനെ 2 പേർക്കും ഗുണം കിട്ടുന്നു എന്നുള്ള മനോഹരമായ കഥയാണ് കിഷ്കിന്ധാകാന്ഡം. കിഷ്കിന്ധാകാന്ഡം നമുക്ക് പിന്നീട് പാരായണം ചെയ്യും.
പ്രഭാഷണം നടത്തുകയും ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിർത്താം. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹര നമ പാർവതീപതയേ, ഹര ഹര മഹാദേവ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമ. ആരണ്യകാന്ഡം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥകളെയാണ്. നമ്മൾ കണ്ടു, ശ്രീരാമചന്ദ്രൻ ജനനത്തിന് ശേഷം അദ്ദേഹം തൻ്റെ ബ്രഹ്മചര്യം, അദ്ദേഹം വിദ്യാഭ്യാസത്തിലൂടെ നല്ല രീതിയിൽ അദ്ദേഹം അനുഷ്ഠിച്ചു. അദ്ദേഹം ബ്രഹ്മചര്യം കഴിഞ്ഞ ഉടനെ അദ്ദേഹം സീതാദേവി വിവാഹം കഴിച്ച് അദ്ദേഹം ഗൃഹസ്ഥാശ്രമത്തിലേക്കും പ്രവേശിച്ചു. പക്ഷേ ഗൃഹസ്ഥാശ്രമ ജീവിതം തുടങ്ങിയപ്പോൾ തൻ്റെ കുടുംബത്തിലുണ്ടായ പൊരുത്തക്കേടുകൾ, അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ